കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇണകൾ തമ്മിലുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് ശാരീരികം, രണ്ട് മാനസികം, മൂന്ന് വൈകാരികം എന്നിങ്ങനെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ദമ്പതിമാരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധം വളരെ ഊഷ്മളമായി, വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കും. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ വലിയ പരാജയം അവരുടെ കുടുംബജീവിതത്തിൽ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യങ്ങളും കുടുംബജീവിതത്തിൽ നല്ലതുപോലെ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ശാരീരികം എന്ന് പറഞ്ഞാൽ ഇണക്ക് ആവശ്യമുള്ള ഭക്ഷണം, പദാർത്ഥം, പാർപ്പിടം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് സ്നേഹം നേടുക എന്നതാണ്. രണ്ടാമത് മാനസികം, ഇണകൾക്കിടയിൽ തമ്മിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ, തകർച്ചകൾ, ഒരുപാട് പരാജയങ്ങളിലൂടെ പോകുമ്പോൾ, ഭർത്താവിൻ്റെ ബിസിനസ്സിൽ തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിന്ന് പരിഹരിച്ച് സ്നേഹം നേടുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈകാരികം. അവരുടെ കിടപ്പറയിൽ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നല്ലതുപോലെ നിർവഹിച്ച് സ്നേഹം നേടുക എന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ദമ്പതിമാരിൽ ഉണ്ടായിരിക്കണം. ഇത് കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബജീവിതം പരാജയമാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ കുടുംബജീവിതം നല്ല നിലയിൽ നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു നമുക്കൊക്കെ കനിഞ്ഞ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.